We be up in the club. Ha ha. Strong. Strong. Is that a toy? Ha. 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 പന്നി നിനക്കെന്താ ഞങ്ങളെ പണി അറിഞ്ഞാൽ മനസ്സിലായ ടീനോ പരന്നാറന്നൊക്കെണ്ടല്ലോ നമുക്ക് എന്ത് പണി കൊടുക്കണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മര്യാദക്ക് മാപ്പ് പറയണം. മാപ്പും കോപ്പൊന്നും വേണ്ട. നീ മാപ്പി ഗുദേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. മാപ്പി ഗുദേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് അറിയില്ല. എന്താടാ മാപ്പി ഗുദേ മാപ്പി ഗുദേ എന്ത് മാപ്പി ഗുദേ എന്താന്ന്? നീയൊക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺസ് ഇട. എന്താ ഉണ്ടായത്? എന്നോട് ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങളൊരു തമാശക്ക്. എൻ്റെ ഒക്കെ ഒരു തമാശ. ഒരു ദിവസം എല്ലാവരും എൻ്റെ കയ്യിൽപ്പെടും. അന്നൊക്കെ എൻ്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ? പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ടീനയും സോജേഷൻ ക്ലാസ്സിൽ പോയിക്കോ. ആ നിങ്ങളവിടെ നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെയൊക്കെ മുൻഗാമികൾ. ഓ സാറാണ് ഇവരേക്ക് വലിയ നില എത്തിച്ചത്. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അവന് പരാതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടേനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. നാളെ നിങ്ങളുടെ പാരന്റ്സിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. പോകോ. അത് പോരെ ലിങ്കൻ സാറേ? ധാരാളം. എന്തേ ലാസ്റ്റ് വേണേ അല്ലെ നമ്മളിപ്പോ കുറെ ഉണ്ടാക്കും. ഇതൊന്നും ഫിൽട്ടറിക്കാമ്പോ കോപ്പാണ്. അയാള് വെടിയപ്പ് മേടിച്ച് ഓടി വന്നോ. പിന്നെ അയാളെ വെടിയപ്പ് കൂടിയിട്ട് പറഞ്ഞു ഗുരുത്വദോഷം അത് പറയരുത്. പ്രിൻസിപ്പൽ എന്താ പറഞ്ഞേ? This is the last one. ഞാൻ പറഞ്ഞു. എന്താ അവരോട് നിങ്ങൾ എന്താ പറഞ്ഞേ? മാപ്പി ഗുദേ പറയിച്ചു. അതെന്തീ മാപ്പി ഗുദേ? മാതാ പിതാ ഗുരു ദൈവം. ക്ലാസ്സിൽ പോടി. ഏതിലും പെണ്ണ് കണ്ടിട്ട് പുറകെ പോണ്. നാണൂല്ലേ എല്ലാരുടെ അടുത്ത് മാപ്പി ഗുദേ പറയിക്കാൻ? നമുക്ക് കൂടി പാതം ഉണ്ടോ? നമുക്ക് കൂടി പാതം ഓർക്കണം. ബാ നമുക്ക് ക്ലാസ്സിൽ കയറാം. സാറൊന്നും പറഞ്ഞു അവിടെ കാത്തിട്ടുണ്ട്. വരണം സാറുമാര് വരണം. ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ടി സി. സാരമില്ല, അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കെ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് 9ാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അസൈൻമെന്റ്സ് ആണ്. പക്ഷേ ഇവിടെ 2 അസൈൻമെന്റ്സിനും ഒരേ 100. ഒന്ന് നമ്മുടെ ടീനയുടെ, മറ്റേ വൈശാഖിൻ്റെ. ടീനെ വൈശാഖല്ലേ എഴുതി തന്നെ? വൈശാഖ് എന്നായിട്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി. ചെല്ലേ
അതല്ലേ വൈശാഖ അതിൻ്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ചതാ. അതെയോ? എന്നാ ടീനെ എവിടെ ഇരിക്കും? വൈശാഖ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ. കൊറേ കാട്ടുമുട്ടി അങ്ങോട്ടും. ഗെറ്റ് ഔട്ട്. സൈലൻസ്. വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. ഇവിടെ സ്റ്റാർട്ടായിട്ട് കയറും. എന്നും സാറല്ലേ ഓടിക്കുന്നത്, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി നിൽക്കി. നേരത്തെ ഓ ഇപ്പഴെങ്ങാൻ സ്റ്റാർട്ടാവോ? ഇല്ല, എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയിരുന്നു. ഇവിടെ തന്നെ ചുറ്റിയിടുന്നു. വണ്ടിയുടെ ട്രിഗാൽമെന്റ് പിടിച്ചിടും വലിച്ചു. ഒന്ന് ആഞ്ഞ് തള്ളു സാറേ. സാറിന്റെ തള്ളു ഞങ്ങളെ പോലെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് സ്കൂളിൽ ലൂട്ടാപ്പി എന്നെ കൊണ്ട് ഹോംവർക്കും ചെയ്യാൻ വയ്യ. ഒന്ന് പോടും. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പഠിപ്പിച്ച പണിയായി. എന്ത് പണിയാ സാറിന് കൊടുത്തത്? ഞാനെന്ത് പണി കൊടുക്കാനാടാ? ഈ എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ കിട്ടുമാരെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയതാ ചെന്നിക്കുത്ത്. ഇതുള്ളോണ്ടല്ലോ ഞാൻ ഈ ഓസിന് യാത്ര ചെയ്യുന്നത്. വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ടൊന്ന് പറഞ്ഞുതരാം. പലതും തീരും. ഞാൻ ഈ കിട്ടല്ലാതെ വണ്ടികളെ തള്ളടോ. തള്ളുകാരൻ എന്നാലും ഓസടിച്ചല്ലേ കുറച്ചേരം പണിയെടുക്കും. വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ. ഇന്നലെ നീ റോണി സാറിന് കൊടുത്ത പണി അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മണ്ടനൊരു നല്ല കാര്യം ചെയ്തല്ലേ. സാധാരണ അവനിങ്ങനെ നല്ല കാര്യമൊന്നും ചെയ്യാറില്ലടാ. ഇതെന്തോ ലക്കി കിട്ടിയതാ. താങ്ക്സ് രാമത്തെ. പുതിയ കളികൾ കാണാനും കാണിച്ചു പഠിപ്പിക്കാനും ഇതാ ഇൻസ്റ്റഗ്രാം വന്നിരിക്കുന്നത്. ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരുടെ തന്തമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്കേ വായിക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാടും ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം പഞ്ചാരയാ. റോണി സാറ് പഞ്ചാരയും പിള്ളേരവർക്ക് പാരയും. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്കെ കൊണ്ടടിക്കണം എന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവര് ബുദ്ധിമാന്മാരാ. അടിയെല്ലാം താൻ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോഴേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തതെന്ന് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സാപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബം കലക്കുന്നാടോ നല്ല കാര്യം? അർദ്ധരാത്രിയിലാണ് വാട്സാപ്പ് ചെയ്തത്.
അതും 5 ഡിഫറെന്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം, ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ, അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ, നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയാ മറുപടി. മൗനമാണ് സാറേ നല്ലത്. ആ എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബാവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. അതെ, കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നത്. ഇവിടെ തെറ്റാൻ വഴിയൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ഛനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. അങ്ങനെ ഒരു പരിഗണന അങ്കിൾക്ക് കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്കിള് ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാന്ന് അറിയോ? അത് അവരുടെ മക്കൾ പേരെടുക്കുമല്ലോ. അതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവാനാണ്. അയ്യോ, നിന്റെയൊക്കെ നാട്ടിലായിരുന്ന പണ്ട് കാക്ക കൊണ്ടുപോയി. അത് തന്നെ. A weight hanger is attached to the lower end of the spring. The spring is brought to the elastic mode by loading at ഇവന്മാരെന്റെ വണ്ടിക്കിട്ട് പണി വന്നു. ചോദിക്കട്ടെ, ചോയ്ക്ക്. എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ പണി കൊടുക്കണം. ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട. ഒന്ന് പോടൂ. ഓ, ശരി, കാണാം. അപ്പൊ പറഞ്ഞു. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. നാളത്തെ എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്കെന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. എടാ, ഇതൊക്കെ റോണി സാർ വെച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തറ. അല്ല, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊരു ഐഡിയ ഒപ്പിക്ക്. ഇത് തന്നെയല്ലേ ഞാനും പറയണത്. മൗനം വിധവന് പൂഷണാണ് പണ്ടാറിന്റെ. ഓ, എന്റെ പൊന്നു കുഞ്ഞാ, നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയയില് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ. സോപ്രാനും നോക്കണ്ട, ക്രിക്കറ്റ് കളി നിങ്ങളുണ്ടോ? സംഭവം ഞാൻ സത്യമാണോ? മരപ്പെട്ടി നിന്റെ തന്ത. നീ ആരാടാ? അവന്റെ കുറെ തലതെറിച്ച കൂട്ടുകാര്. മോൻ TV കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ല്. എന്താ മനുഷ്യ, എന്താ? താനായിരുന്നോ? ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കി. തിരക്കിലായിരുന്നു. പിന്നെ തിരക്കും. നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല, സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ, എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം?
ഏയ് ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ കുഞ്ഞായത്? നാട്ടുകാർ സമ്മാനം അതോ വീട്ടുകാർ സമ്മാനം? തനിക്കുള്ള പടം ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ ഇറങ്ങാനും കേട്ട പിന്നെ പടം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നീ കോൺസറിങ് കണ്ട? ഇല്ല. കാണണ്ടേ? ഇംഗ്ലീഷോടെ അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോടും. എന്തിടാ? എടാ സമയം എത്രയാടാ? ഉച്ചര. എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് പറ്റി കുഞ്ഞാ? പ്ലാൻ എന്താടാ? പാർട്ടി തന്തകാരനാ പ്ലാനെല്ലാം പാളിടാ. പൊട്ടി പാളി സായി. എന്ത് പറ്റി? പ്ലാൻ പൊളിഞ്ഞാ? ആ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ആ ഓവറാക്ടിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെങ്കിൽ പറ. പറടാ. എന്തായാലും എടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ടോട്ടു ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരണ്ട് ഇതെല്ലാം നടക്കുന്നു. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ. പപ്സ് അയാളുണ്ട്. എന്താ കാണിക്കണം? കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടോ. നീയല്ലേ കൊളാക്കോ? അറിയാൻ പാടില്ല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പി. ചാപ്പിയാ? നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല എനിക്ക് വേറെ ലെവലാണ്. മതി മതി. നിന്റെ പീസ് കൂടാനുള്ള പരിപാടിയാണല്ലേ? ഇതൊക്കെ കുട്ടികളുണ്ടോ? ആ അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 അതിന് മുമ്പ് ഇതൊക്കെ കല്യാണം കഴിച്ചോ? ഫ്രഷാ ആണോ? അല്ലേ എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു. പ്ലാൻ ബി പ്ലാൻ ബാലസുധ. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും.
ഞാനൊന്ന് സ്റ്റാഫ് റൂം പോയിട്ട് വരാം. ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ. ആണെന്ന് തോന്നുന്നു. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമ. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് പോലും നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. എന്നോട് പറഞ്ഞോളൂ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ. ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ? ഇപ്പൊ എന്നെ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? നീ വിട്. നീ പെൺകുട്ടിയാണെന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന, ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? സ്റ്റാൻഡപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. സ്റ്റാൻഡപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതിലെ മലയാളം ശരിയല്ല. അല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു, നിന്റെ അച്ഛനെ തല്ലാനുള്ള കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാൻ വേണ്ടി ടീന തീരുമാനായില്ലേ? നമുക്ക് പോവാല്ലേ? വിഷ്ണു. ആടാ, ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതെന്നല്ല ആരായിരിക്കും? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അറിയാടാ. ആണോ? ഒന്ന് പറടാ. സണ്ണിലാണ് അടവ് പോയത്. ഇവന്റെ കാര്യം
ചെല്ലുമ്പോ മര്യാദ എന്താ കളിക്കരുത് എന്നോട് ചെയ്യടാ മസാജ്. നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം കുളമാക്കി. അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. ഈ തെണ്ടി മുടി വെട്ടിയാലേ കുടിച്ചോളൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ. പിടിക്ക് പിടിക്ക്. സൈലൻസ് സൈലൻസ്. എന്താ ഇത് ചന്തേ? ആ, ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ, എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ? നീ വല്ലതും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ദേ സെയിം തല തൻ്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ശരി പോയിക്കോ. ഉത്തരവ്. എടാ ഇങ്ങനൊരു പണിയോടോ നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തൊക്കെയാണാവോ? എന്താണ് എന്താ നീ ചിരിക്കണേ? എടാ പുതിയൊരു ഐറ്റം വരണ്ടാ. Good morning. Sit down. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാണ് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ ആചാരവെടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചതിനാ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കെന്നുള്ള കാര്യം ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും ഭേദം നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചർ കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്നാ പറഞ്ഞു. നാളെ ഇനി ആലോചിക്കണ്ടേട്ടാ, എങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കറിയാം. ഓ ഇതിപ്പെങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രമല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ
നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവനോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ. എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു. എന്തുവാടേ ഇന്നലെ ബോക്സിംഗ് ഉണ്ടായിരുന്നു തരിപ്പ്. ഇതൊന്നും അറിയില്ല. ആ പാർട്ട് തന്നപ്പടി ഞാൻ കൊടുത്ത്. നിന്റെ തന്നപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണം കേട്ടോ. ടീച്ചറെ മഞ്ജുവിടെ തലകറി വിടും. ടീച്ചർ ഒന്നോ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറ, എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? എന്താ കുഞ്ഞാ? എന്ത് പറ്റി? ടീച്ചറെ നമ്മുടെ മഞ്ജുവിടെ തലകറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റിയെന്നാവോ? മാറി. മഞ്ജു പിടിച്ചേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് കൊടുക്കണ്ട. എടാ അതല്ല, ആ കൊച്ചു തലകറങ്ങി വീണപ്പോ ആകെ രക്ഷിക്കാൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ് അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ പോടക്ക. കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നേ. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയാക്കാൻ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ. അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായിരിക്കും. അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ? ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോൾ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് റോണി സാർ. സാറേ
സാറേ ഇന്നും ആരും എൻ്റെ വണ്ടിയുടെ പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ? സംസാരിച്ചു. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ സാർ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണോ? അങ്ങോട്ട് വെക്കണ കൈ എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉടേണ്ട കൈ കൊണ്ടുപോവാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്, എന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. ഒരു അപ്പുറത്തോ. ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ നേരെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. കൈ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരിക്കും നോക്കണോ? സാറേ ഇത് കണ്ട? നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ? ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനോ അവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത്. അവനല്ല. അതെങ്ങനെ ശരിയാവണേ? സാറ് മിലിറ്ററിയൊന്നുമല്ല, പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ വഗൂര്യന്മാരുടെ സംസ്ഥാന സമ്മേളനം? സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടെ ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് വഗൂര്യന്മാരെ. കണ്ടോ, നമ്മള് സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിശ്ചന്ദ്ര. കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജാ ഹരിശ്ചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങളാരും ഒന്ന് ക്ലാസ്സിലിരിക്കണ്ട. നിങ്ങളെ പാരൻസ് നാളെ വരുമ്പോൾ TC ഞാൻ അവരത് കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. ശ്രുതിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി പറയൂ. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞാൽ എന്നെ തോപ്പിച്ചാടെന്ന് റോണി സാറ് പറഞ്ഞു. ശരി, നിങ്ങളെല്ലാം ക്ലാസ്സിൽ പോയിക്കോളൂ. ക്ലാസ്സിൽ പോയിക്കോളൂ. താൻ ആദ്യം പോടും. പോലെ ഉണ്ട്. റോണി അവിടെ നിൽക്കും. താനെന്ത് പൂക്കൃത്തരോടോ കാണിക്കുന്നത്? ഒരു അധ്യാപകനാണെന്ന് പറയാൻ തനിക്ക് നാണല്ലേ? അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ. ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടേ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ? ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? Get out from me. Hey, now, no, take this. Get off. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ശരി ടീച്ചർ, കാണാം. ശരി. എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ടീച്ചർ താങ്ക്സ് പറയാൻ വേണ്ടി. നിങ്ങളല്ല, ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരണേ, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായിപ്പോ.
കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ? താങ്ക് യു. എനിക്കൊരു നിന്നെയൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കണം. എന്നിട്ട് നീയൊക്കെ ഇവിടെ ഇരുന്നോ? നീയൊക്കെ പഠിക്കണേ പഠിച്ചാ പോലെ, ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ്. ഓ വരാഞ്ഞ നന്നായുള്ളൂ. ആ ലിംഗം സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതാണല്ലോ. നീ ഇന്ന് വന്നായിരുന്നെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറെ നാളെ നിന്റെ പെൺകുട്ടി എടാ, ആ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാ. നമ്മുടെ ക്ലാസ്സിലോ? പറയൂല. എന്തിനാണ് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കണ്ടുപിടിക്കുന്ന അടിപൊളി വഴി എന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ നിന്നെയൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ എന്നെ ശരിക്കറിയാം. എന്തെങ്കിലും കാര്യമില്ലാണ്ട് നീ ഒന്നും എനിക്ക് ഒഴിച്ചു തരില്ല. ഇവനെ കണ്ട ഈ ഓറഞ്ച് ഇട്ടേ ഇവനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. എടാ പോർക്കുമോറ, പ്രേമമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടാ? ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് പ്രേമം. നിന്റെ കല്യാണം പ്രേമൊക്കെ ഞാൻ നടത്തി തരടാ. പ്രായമായിട്ടില്ല. ഈ കോത്തായിട്ട് ഡയലോഗ് ഇട്ടിട്ട് ഞാൻ ഈ പരിപാടി പ്രായമായില്ലോ കോപ്പായില്ലേ പ്രായമായില്ലേ? എടാ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഉമ്മാന്ന് പറഞ്ഞ കൊച്ചുണ്ടായിടാ. എടാ ഉമ്മ എന്റെ കൂടെ 10ാം ക്ലാസ്സിലുണ്ടായി ഉമ്മ. അതുകൊണ്ട് ചോദിച്ചിട്ട് വെള്ളം ഇല്ലടാ. ചേട്ടാ അത് പ്രശ്നം അടി മാത്രമേ നടക്കുള്ളൂ. ഒരു ഐഡിയ ആകെ വിഷമം. ഇയാൾക്കൊരു ഉമ്മ മനസ്സിൽ കിടക്കണ്ട. ഉമ്മേനെ വിട്. തേണ്ടിക്കൊണ്ടിരുന്നു. എല്ലാരും മാറിക്കോ, പുറത്തോട്ട് വരും. ഇല്ലാത്ത കാശുണ്ടാക്കി അയാൾ അണ്ണാക്കിട്ട് കുറെ കള്ളുവരി തളിപ്പ് കിട്ടിയ അടി കിട്ടിയ കാശെടുത്ത് കടിക്കാൻ പട്ടിനെ വാങ്ങിയ പോലെ. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് വന്നത് ഇവന്റെ ആശാനാന്നാ പറഞ്ഞത്. അപ്പൊ ഇത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇവന്റെ അച്ഛനാന്ന് പറഞ്ഞേ വന്നത്. ഇവന്റെ ആശാനാന്ന് പറഞ്ഞ ഈ പരിസരത്തേക്ക് പോലും ഞാൻ എടുക്കൂല. ഇവന്റെ മോന്താണം വേണ്ടല്ലോ. ഇവന്റെ മോന്താണം വേണ്ടല്ലോ. എനിക്ക് പൊളിയുണ്ട്. അയാൾക്ക് താടി നിറച്ചിട്ടേ അയാൾക്ക് പ്രായമായിട്ടില്ലാന്ന്. പറഞ്ഞിട്ട് പോയാ നിന്റെ പ്രേമം കണ്ടുപിടിക്കാം ഒറ്റ വഴിയുള്ളൂ. എടാ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പെൺപിള്ളേരുടെ എല്ലാവരുടെയും കണ്ണൊന്നും ശ്രദ്ധിച്ചാൽ തരാവുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. എങ്ങനെ? എടാ
നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം തുളുമ്പുന്നതായി നിനക്ക് കാണാൻ പറ്റും. അവളുടെ ചുണ്ടുകളിൽ നിന്നോടുള്ള എന്തോ പറയാൻ വേണ്ടി അത് അലയടിക്കുന്നത് നിനക്ക് തോന്നുമടാ. ഇതൊന്നും നാടകോ? നിക്ക്, എന്തായാലും കുഞ്ഞൻ പറഞ്ഞല്ല, നമുക്കൊന്ന് പോയി നോക്കാം. അല്ല കുഴപ്പമില്ല, അതെന്താന്നറിയോ, കുഞ്ഞൻ പറഞ്ഞ സ്ഥിതി നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എടാ അതുകൊണ്ട് പറഞ്ഞല്ല, അതുകൊണ്ട് പറഞ്ഞല്ല. ഇതിന് നോക്കിയേ ആശാനെ, ആശാനെ ഉമ്മല്ല വാപ്പ പോയി ചാവാൻ പറ. മഞ്ജു വരുന്നുണ്ട്. എടാ കണ്ണി തന്നെ സൂക്ഷിച്ചു നോക്കണം. ഇച്ചിരി ആൾക്കാർ കൂടുതലാണ്. മഞ്ജു എങ്ങോടാ? ക്ലാസ്സിലേക്ക്. പൊക്കോ പോയി പഠിക്ക്. എന്നെ കണ്ടിട്ടൊരു വികാരം പോലും ഇല്ല അവൾക്ക്. കഴിക്കടാ. എങ്ങോടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലേക്ക്. ഇവളോ? ഞാനും ക്ലാസ്സിലേക്കാ. ഇവന്മാർക്കെന്താ വട്ടായോ? പോയി പഠിക്കട്ടെ. ഇനിയിപ്പോ ആരുമില്ലല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ആരായിരിക്കും? അതിനെനിക്ക് വേണ്ട, കുഞ്ഞു നോക്കോ. നീ തുറന്ന് കാണിച്ചാ. கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பு ஒரு கள்ளச் சிரிப்பு என்னை தள்ளி விட்டு மூடி மறைத்தாய். ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ വരുന്ന സാറ്റർഡേ നമ്മളെല്ലാവരും ട്രിപ്പിന് പോവാണ്. സോറി, നമ്മളല്ല, നിങ്ങള്. അതെന്താ ടീച്ചർ വരാത്ത? എന്റെ എൻഗേജ്മെന്റ് ആണ് മൺഡേ. എല്ലാരും ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കണേ? അത് ഞങ്ങളാരും ടൂർ പോകണല്ലോ ടീച്ചറെ. അതെന്താടോ? അതിപ്പോ ടീച്ചർ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല. അതെ, നിങ്ങളോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് അത് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയൊന്നും അല്ല. ഞാനും രാഹുലും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഒരേ നാട്ടുകാരും. 5 വർഷത്തെ പ്രണയ. 2 വീട്ടുകാർക്കും ഒരേപോലെ എതിർപ്പായിരുന്നു. വേറെ വേറെ മതം, സോഷ്യൽ സ്റ്റാറ്റസ്, പണം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഭീഷണിയും മർദ്ദനവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. എനിക്കും രാഹുലിനും സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ പ്രണയമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അത് ടീച്ചർ പറഞ്ഞ തന്നെയാണ് ശരി. പക്ഷേ വന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു. കുഴപ്പമില്ല. ഞാനൊരു കോൾ ചെയ്തോട്ടെ?
നിങ്ങളെല്ലാവരും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാനും നീയോ? ഞങ്ങളും. ഓക്കെ. താങ്ക് യു. ഓക്കെ നീ പഠിക്കൂ. എന്താ പൊളിക്കല്ല, ഇനി ഒരാളും കൂടെ വന്നാ മതി. പൊളിക്കല്ലേ? നീ ആര് വരാനാണ്? ഇനി ആരാണ്? ഇനി സോജേഷും കൂടെ വന്നാ പൊരിക്കും. നീ എന്താണ് സോജേഷൻ അഭിനയത്? മാത്രല്ലോ. ആ ശരിയാ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അതെ, നീ അവന്റെ ഒപ്പം നോക്കും. നമുക്ക് പോവാം. നീ അവിടെ നിന്നോ. അല്ലടാ, നമ്മുടെ ഫോണിന്റെ കാര്യം അറിയാണ്ടിരുന്നാ മതി. നിങ്ങളിത് എങ്ങോട്ടാ? ടൂറിനാണോ അതോ ടൂർണമെന്റിനാണോ? കാണിച്ചരടി എന്ത് പാടിട്ടാ ടൂറായിട്ട് മൂടല്ലേ? നീ കാര്യം പറ, വല്ല നടന്നോ? എടാ, ഇതിലും നല്ലൊരു ക്ലൂ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാനാ? നിങ്ങൾ വലിയ ബുദ്ധിസ്റ്റുകളാണെന്നല്ലേ നിങ്ങളുടെ വിചാരം? ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അവളൊന്ന് നമ്മളുടെ ഒപ്പം ഈ ടൂറിന് വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചു. നീ ഇനി കണ്ടുപിടിക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. നീ പോടാ കുഞ്ഞുങ്ങ. നീ പോടാ. അതെ, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? കണ്ടുപിടിക്കടാ. എങ്ങനെ? വഴിയുണ്ട്. ഇവനത് കൊറേ ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ആദ്യം കയറില്ല, നീ ആദ്യം കയറിക്കോ. എല്ലാവർക്കും എന്ത് പറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? നമ്മളെ ട്രിപ്പ് അടിച്ചു പൊളിക്കാനല്ലേ വന്നിരിക്കുന്നേ? നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ട്രിപ്പ് ആക്കണം ഇത്, വേണ്ടേ? അപ്പൊ എല്ലാരും ഒന്ന് ഉഷാറായേ. കുഞ്ഞു, നീ ഒരു പാട്ട് പാടിയേ. ഞാൻ പാടിയതാ. ഞാൻ പാടും. ഞാൻ പാട്ടെ. എന്താ അത്? ആ പൊളിക്ക്. ഒരു ഉളിപ്പിലാണ് പാടിക്കോട്ടോ. കപ്പലിലാണ് ആ കുപ്പയക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. നീ പിടിച്ചേ. എന്ത് ദുരന്തം അത്? പാട്ട് പിടിക്കേ. എല്ലാരും കൂടെ പാടും. എന്ന് ഞാൻ പാടാം. ഓക്കെ, പാടും. ഓക്കെ, കാറ്റാടിത്തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും പരീക്ഷ എടുക്കാറായി. നിങ്ങളുടെ ക്ലാസ് മിസ്സാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾ എൻഗേജ്മെന്റിന് ക്ഷണിക്കാത്തത്. ഈ വരുന്ന ഫൈനൽ എക്സാമിൽ നിങ്ങൾ എല്ലാവരും പാസ്സായില്ലെങ്കിൽ നിങ്ങളെക്കാളേറെ പ്രശ്നം എനിക്കാ, അറിയാലോ? ശരിക്കും പഠിക്കാൻ ടീച്ചറെ. ടീച്ചർ, ഞങ്ങൾ 5 പേരും എന്താ പറയാ, ഞങ്ങളുടെ ബർത്ത്ഡേ ഓർക്കാറ് പോലുമില്ല, ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ടീച്ചർ തന്ന സർപ്രൈസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക്സ്. അതിനിപ്പോൾ എന്തിനാ താങ്ക്സ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികളാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം നിങ്ങൾക്കുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ. ഫൈനൽ എക്സാം നമുക്ക് തകർക്കണം. നിങ്ങളെല്ലാവരും അറിയണം, അറിയും.
ഈ ഗേൾസിനെ സംബന്ധിച്ചോളം ഇപ്രാവശ്യം പരീക്ഷയിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. അതപ്പാ. അവന്മാര് വിളിച്ചായിരുന്നോ? ആ കാര്യങ്ങൾ ചൊല്ലിയോ കണ്ണോട് 100 കാര്യങ്ങൾ ചൊല്ലിയോ ചെല്ലു കണ്ണാടി പോലെ നിൻ കണ്ണു മിന്നിയോ പുഞ്ചിരിപ്പൂവ് തന്നു നീ മുന്നിൽ വന്നുവോ. അനൗൺസ്മെന്റ് പ്ലീസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ആനി ടീച്ചർ മരണപ്പെട്ടിരിക്കുന്നു. പീരുമേട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തലയിൽ ആഴത്തിലേറ്റ മുറിവുകളും ക്രൂരമായ പീഡനം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയായ ശിവയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഹലോ, കാര്യം അറിഞ്ഞോ? ആടാ, ഞാൻ TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടാ, നമ്മൾ എന്താടാ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, നീ മണിയാശന്റെ അടുത്തേക്ക് വാ. അവരെല്ലാം അവിടെ ഉണ്ടാവും. ആ, വേഗം വാ. കൊന്നാളഞ്ഞാലാണോ വെറുതെ അതെടാ, അവനെ കൊല്ലണം. ഇഞ്ചിഞ്ചായവനെ വേദന അറിയണം. എടാ, പോലീസ് നോക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്ത് പറഞ്ഞു മനസ്സിലാക്കി കുരുക്കുകളൊക്കെ കൊല്ലണമെങ്കിൽ അവനൊക്കെ നിന്റെ മടിയില വന്നിരിക്കണേ. അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ പോണം, അവന്റെ ഗള്ളിൽ പോണം. ഇവിടുത്തെ പോലീസിന് പെട്ടെന്ന് ഒരു കോപ്പം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂട്ടിയ കൂടു. നീയൊക്കെ മറന്നോടാ ടീച്ചർ നമ്മുടെ ആരായിരുന്നു. നിനക്ക് പേടിയാണെങ്കിൽ പറ, എനിക്ക് അവനെ കൊല്ലണം. പട്ടിയെ കൊല്ലണ പോലെ ഞാൻ അവനെ കൊല്ലും. മണിയണ്ണം പറഞ്ഞാലും ശരി, അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ തന്നെ പോണം. ടീച്ചറിനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ എന്റെ കൂടെ കാണാം. മണിയാശം പറയടാ. ഞാനുണ്ടാ.
ഞാനും ഉണ്ടാ കൂടെ. ഞാനും വരും. ഞാനും വരും. ഞാൻ വരും. നമ്മുടെ ടീച്ചറെ കൊന്നവനെ പോലീസ് പിടിച്ചു. ടി വിയിലുണ്ടെന്ന്. എന്നാലും പ്രതിയെ പോലീസ് പിടിച്ചല്ലോ. ഇനിയിപ്പോ ബാക്കി പോലീസും കോടതിയൊക്കെ നോക്കോളൂ. ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് നമ്മളാ. ടീച്ചർ അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ പഠിക്കണോടാ. പഠിക്കണം. ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് പാസ്സാവണം. അത് മാത്രം നമുക്ക് ടീച്ചറിനോട് ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. പഠിക്കണോടാ. പഠിച്ചേ പറ്റൂ. കലാകാരന്മാരും യാഥാർത്ഥ്യവാദങ്ങളും മാനവികതയും അവർ ആശയങ്ങളും വീക്ഷണങ്ങളും പുസ്തകം, വാസ്തുശില്പം, പുസ്തകം, കല എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അത് അതിശയകരമായ വിധത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ബാസിത്, വാട്ട് യു മീൻ ബൈ റെനസാൻസ്? Renaissance is the revival of European arts and literature under the influence of classical dance in the 16th century. വെരി ഗുഡ്. താങ്ക് യു സർ. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ മോഡൽ എക്സാം വരികയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ശരി. വിഷ്ണു, നിനക്കെന്താ പറ്റിയത്? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നീ എന്താ ബാമയോട് സംസാരിക്കാത്തത്? എടി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അവളത് അറിയണ്ട. പരീക്ഷയൊക്കെ വരുന്നല്ലേ. അവളാണ് ഈ നന്നായി പഠിക്കുന്ന കുട്ടി. അവൾ പഠിക്കട്ടെ. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ഹലോ കുഞ്ഞാ, നീ ഉറങ്ങിയില്ലല്ലേ? ഇല്ലടാ, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എടാ, എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. നാളത്തെ പരീക്ഷ ഇവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. പേടിക്കണ്ടാ, നമുക്ക് അടിച്ചു വിളിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഞാൻ തീർക്കട്ടെ. താങ്ക്സ് എടാ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. വിഷ്ണു വിഷ്ണു അത് ഞാനല്ലടാ, മറ്റേ കുറേ ഇഷ്ടമുണ്ടല്ലേ. തീരുമാനമില്ല. വാ വാ പോവാ. ഞെട്ടോടാ.
ഓ 5 പേർക്ക് A+. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ അതെ. പക്ഷെ ഒരു സങ്കടേ, കാണാൻ ആനി ടീച്ചർ ഇല്ലാതെ. അതെ അതെ, ആ പാവ ആനി ടീച്ചർ കാരണം ആ പിള്ളേർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാ മാറ്റം. നമ്മൾ സ്കൂളിൽ ലോ ഗ്രേഡ് കിടന്ന പിള്ളേരാ ഇപ്പൊ ടോപ്പ് ഗ്രേഡായ. അതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ആനി ടീച്ചർക്ക് തന്നെയാണ്. പാവം ഇപ്പോ മുകളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടോ. കൺഗ്രാറ്റ്സ് വിഷ്ണു, സ്കൂളിൽ ടോപ്പറൊക്കെ അല്ലേ? ആണോ? താങ്ക് യു. ഇനി +2 തുടങ്ങിയെന്ന് വെച്ച് ഉഴപ്പാനൊന്നും നിൽക്കണ്ട. അങ്ങനൊന്നുമില്ല. ശരിയെന്നാ. ഓക്കെ ബൈ. ബൈ.
പ്രധാന വാർത്ത. ബാബു തോമസിന്റെ അനധികൃത നിയമനത്തിനെതിരെ വിജിലൻസ് അന്വേഷണം. കേരളം കാത്തിരുന്ന വിധി. പീരുമേട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ആനി വർഗീസിന്റെ കൊലപാതകയ്ക്ക് തൂക്കുകയാണ്. കൊച്ചിയിലെ പോലീസ് റെയ്ഡിൽ കുടുങ്ങിയത് വൻ മയക്കുമരുന്ന് മാഫിയ. സംസ്ഥാനത്തെ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നു. മോട്ടോർ വാഹന തൊഴിലാളികൾ പണിമുടക്കിലേക്ക്. ISLനെ ഇന്ന് തുടങ്ങും. കല്ലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ കൊച്ചിൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോടികളുടെ സ്വർണ്ണം. ഡീസലിന് 2 രൂപ 10 പൈസയും. മോട്ടോർ വാഹന തൊഴിലാളികൾ സംയുക്തമായി നാളെ മുള്ളുകൊടുത്തവളവനുടെ തുടയിൽ തള്ളുകൊടുത്തവളവനുടെ തലയിൽ മുള്ളുകൊടുത്തവളവനുടെ തുടയിൽ കപ്പാമീൻ ബോട്ടി ബീഫ് വേറെ പന്നിയുണ്ട് എടുക്കാതെ ഷാപ്പിലെ കപ്പ മീനും നമുക്ക് പിടിച്ചോ ഷാപ്പിലെ തലക്കറി തലക്കറി ഷാപ്പിലെ ഞണ്ടുകറി ഞണ്ടുകറി പള്ളിയില് നല്ലത് ഉള്ളിടത്തു ചുരുണ്ടു കിടന്നൊരു പിള്ളയൊരെണ്ണം പെറ്റു വളർന്നാൽ ഉള്ളിടത്തു ചുരുണ്ടു കിടന്നൊരു പിള്ളയൊരെണ്ണം പെറ്റു വളർന്നാൽ തുള്ളിക്കളിയുടെ 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 പട്ടാളക്കാരന്റെ അങ്ങിനോടൊപ്പമോ പാപ്പന്റെ വിസ്കിയും ബ്രാൻഡിയും കോതാട് ഷാപ്പിലെ തലക്കറി തലക്കറി നാരക്കൽ ഷാപ്പിലെ ഞണ്ടുകറി ഞണ്ടുകറി കള്ളിന് കപ്പിപ്പട്ടയും ഒരു കോഴി മുട്ടയും ഉണ്ടെങ്കിലെന്തിന് ഉളക്കള് പാട്ട് നിർത്തിക്കണം പത്തിക്കു നേരെ ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോഴേ ഒരു സമാധാനമായി. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അത് നമ്മൾ അന്വേഷിച്ച ആ ആളില്ലേ, ആ കുട്ടി, അത് ബാമയാ. ആ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബാമയില്ലേ? പിന്നെ ആടാ അവളാ. ബാമ വരുന്നുണ്ട്. എടാ, ഇത്രയും കാലം ഞാനായിട്ട് ചെന്ന് പറയാൻ അവള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഇന്നെങ്കിലും എനിക്ക് പറയണോളിയാ. പറഞ്ഞാൽ മതിയാ. എന്താന്ന് നമ്മുടെ ടീച്ചറെ കൊന്നവന്റെ അവന് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പീല് പോയിട്ടല്ലേ ഉള്ളൂ. നാളെയല്ലേ വിധി. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്. ഏത് കോടതിയിൽ പോയാലും അവന് തൂക്കുകാര് തന്നെ. അതിലൊരു സംശയം വേണ്ട. നീ എന്തായാലും അവളോട് ഇങ്ങനെ പറയണ്ടേ? ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്ക് ആ സമയത്ത് ആകെ ടെൻഷനായി പോയി. എന്താ പറയേണ്ടതെന്നോളും തോന്നിയില്ല. ഒരു ടെൻഷനും വേണ്ട. എല്ലാവരും മാക്സിമം പോസിറ്റീവായിട്ടിരിക്കും. നാളെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാം അല്ലേ. ഞാൻ ഏതായാലും പഠിക്കാൻ പോവാം. എടാ, ഞാനത് പറയണേ.
നിങ്ങളിനി വരെയൊക്കെ പഠിക്കാൻ നോക്ക്. ടീച്ചർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കണം. പഠിച്ചു നിന്നിട്ട് പാസ്സാവും. ബാക്കിയുള്ള കേസല്ലേ നമുക്ക് നോക്കണം. ഞാൻ ഉണ്ടാവും. ഇന്ന് ലാസ്റ്റ് ദിവസം എന്തെങ്കിലും നീ അവളോട് പറയണോട്ടാ. ഇതൊന്ന് സോർട്ട് ചെയ്തു. ഇതുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? നന്നായിരുന്നു. ഇനി ഇവിടുന്ന് പോയാൽ ഞങ്ങളൊക്കെ ഓർക്കുവോ? എവിടെ ഓർക്കാൻ? ഞങ്ങൾ പലതരം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ? പക്ഷെ നിങ്ങളാണ് ശരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഇത് കണ്ടോ? ആനി ടീച്ചറെ കൊന്നവൻ ജയിൽ ചാടിയിരുന്നു. പോലീസിന് കോടതിയിൽ കത്തിക്കൽ കഴിഞ്ഞിട്ടാ. ഇത് നമ്മുടെ കൂടാ. നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ, അതുമല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്തെയും പറ്റും.
ശരി. ഇവിടെ വന്നിട്ടൊരു കാര്യം നടക്കുന്നില്ല, വെറുതെ വേസ്റ്റ് ആയി. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല കെട്ടിട്ടില്ല, നീ വീട്ടിൽ പോക്കോടാ. നീ വിളിച്ചിട്ട് എല്ലാരും ഇവിടെ വന്നത്, അപ്പൊ നീ കൂടുതൽ ഉണ്ടാക്കണ്ട. അറിയാലോ ഇത്ര ദിവസം ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു, നിനക്ക് വല്ലതും കിട്ടിയാ? വല്ലതും കിട്ടിയാ? എന്താണ് ഇവനീ പറയണേ? നിർത്തിക്കടാ. നീ എന്നിട്ട് വർത്താനം പറയണ ഈ വർണ്ണത്തിന്റെ കൊടുന്ന മണിയാ? എവിടെയാള്? അയാളെവിടെയാ? എവിടെയാള്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയണ പുള്ളിക്കാരൻ നമ്മുടെ ഒരു ആവശ്യം നടത്തി തരാൻ വേണ്ടി വന്നതല്ല. എന്നിട്ട് എവിടെയാള്? എവിടാ? എടാ ഇവന്റെ എല്ലാ ഐഡിയക്കും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ? ഇവൻ കൊടുന്ന ആളെവിടെ? അയാളെവിടെ? അയാളെവിടെ? ഞാൻ ഒരു തവണ പറഞ്ഞു, എടാ അയാളുടെ കുടുംബത്തിലെ കാര്യം നടത്താൻ വേണ്ടി വന്നതല്ല, നമ്മക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഉണ്ടാക്കി തരാൻ എവിടെ? അയാളെവിടെ? നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നീ എന്റെ അടുത്ത് സംസാരിക്കണ്ട. ഈ ആൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും സിനിമ കണ്ട ആളൊന്നുമല്ലല്ലോ. ആണോ? ആണോ? ഇവന്മാരൊക്കെ എന്ത് ഉദ്ദേശത്തോടെ ടീച്ചർ കൂടെ ഇപ്പൊ ഇരുന്നൊക്കെ ഇപ്പൊ സംശയം തോന്നുന്നു. ഇനി ശരിയാക്കണ എന്തിനാ? നമ്മൾ 5 പേര് ഇവിടെ നിൽക്കണം എന്താന്ന് അറിയും? ഈ 5 പേര് കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അടുത്ത് എനിക്കൊന്നും പറയാനല്ലോ. ഇവനൊക്കെ എങ്ങനെ കണ്ടാ? നീ എന്താ പറഞ്ഞു വിടുന്നത്? എന്താ എനിക്ക് മനസ്സിലാവണം. നീ ഒന്നും ഉണ്ടായി പ്ലീസ്. നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയാണ് നമ്മൾ വന്നെന്നുള്ള കാര്യം നീ പറഞ്ഞപ്പോ കിട്ടിയത് പ്ലീസ്. കിടക്ക്. ഇമ്മാര് വർത്താനം വേണ്ടി കേൾക്കാൻ നിൽക്കരുത്. കിടക്ക്. ആ ബാഗ് എടുത്ത് മാറ്റി പോ. കിടക്കടാ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നു. കിടക്കടാ. നല്ല വെറുതെ ഒന്നിനൊന്നും പറഞ്ഞു കൊടുക്കും. ഒന്നും വേണ്ടായിരുന്നു. ശരി, ഒന്നും മണിക്കൂറല്ലല്ലോ. അമ്മമാരോട് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇത് വിളിച്ചമ്മമാരെ. എടാ മണിയേശനാണല്ലോ. നീ ഫോൺ വിളി. മണിയണ്ണാ. മണിയനോട് ക്ഷമിക്കടാ, പോലീസ് വിളിച്ചടാ. ഞാൻ പൊന്നുപോലെ നോക്കി നിന്റെ താടി മുടിയൊക്കെ പൈലൊരു വെട്ടി കളഞ്ഞടാ. അത് നന്നായി, നിങ്ങൾക്ക് അതന്നെ വേണം. നന്നായിടാ, അത് പറയാൻ തന്നെ വിളിച്ചേ. എന്ത്? എടാ അകത്ത് കിടന്നപ്പോഴാണ് കാര്യം അറിയണത്. നമ്മൾ അന്വേഷിച്ച് കിടക്കുന്ന പുള്ളി ഇവിടുത്തെ വലിയ സെറ്റപ്പാണ്. 2 ടാസ്മാർക്ക് നടത്തണ്ടാ. അവന്റെ ശിങ്കടികളാ കാര്യങ്ങളൊക്കെ നോക്കണത്. പിന്നെ ഒരു കാര്യം, കണിയൂര് അവനൊരു ചിഹ്നം വീഴണ്ടാ. ഡെയിലി അവൻ അവിടെ പോകും. അവിടെ പോയി അവനെ പൊക്കാം. ഇതൊക്കെ ഒരു അത്യാവശ്യ കാര്യം കൂടി പറയാനുണ്ട്. അവനെ തേടി നമ്മൾ മാത്രമല്ല, ഒരു സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. യൂണിഫോമിലൊന്നല്ല, തോക്കും ഫുൾ സെറ്റപ്പായിട്ടാണ്. ഒരു പക്ഷെ നമ്മളെത്തുമ്പോൾ അവനെ പൊക്കും. എന്താടാ?
എസ്കേപ്പായെങ്കിലും അവൻ്റെ ഉള്ള പണി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പൊള്ളാച്ചിട്ട് പോകില്ല. അവനിട്ട് പണിയും വരെ ഞാനുണ്ടാ നിൻ്റെ കൂടെ. സോറി. ചിരിക്കണം. പോയിട്ട് ആ നാറിനെ ഞങ്ങൾ കണ്ടാ ജസ്റ്റ് മിസ്സായിരുന്നു, അല്ലേ തീർത്താനെ. പക്ഷെ അവളെ താവളവും ശിങ്കിടും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എനിക്കല്ലേ പിന്നെ അല്ല. വാ ചേട്ടാ ഇരുന്നോ. കുടി. കൗണ്ടറിൽ കിട്ടണമെന്ന് ശ്രദ്ധിച്ചു. അവൻ്റെ ആളാ. ഇതവൻ തന്നെയാണ്. അതെ പണിയാണെന്ന് തോന്നാം. ഒരു സംശയമൊന്നും വേണ്ട, മറ്റേ ഇരുന്നാൽ ഓക്കെ. കിറുക്കന്മാരാണ്. അതെ അതെ. അവന്മാരുടെ മുഖത്തേക്കൊന്നും അധികം നോക്കണ്ട കേട്ടോ. ഈ ഫോട്ടോ കാണിച്ചാൽ മതി സാർ. இந்த ஆளு தெரியுமா? தெரியாது. தெரியாதுல்ல? தெரியாது? தெரியல. ആ ഈ ലൊക്കേഷനൊക്കെ നമ്മുടെ കൺട്രോളിൽ വേണം. ഓക്കെ സാർ. താനോട് നിൽക്കട്ടെ, ഞാനിപ്പോൾ പിന്നെ നിനക്ക് தெரியாதல்ல.
എല്ലാം അറിയാം. അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക. ശരി സാർ.
அது என்ன சம்பந்தம்? சாவறதுக்கு முன்னாடி சொல்லிட்டேன். കൊല്ലുന്നേ കൊല്ലണം. ഞാൻ ടീച്ചറെ കൊന്ന പിന്നെ ഒരിടി എനിക്ക് ചത്താ മതിയാ. என்னடா அந்த டீச்சருக்காக பழி வாங்க வச்சிருக்கியா? நீ எல்லாம் எனக்கும் மாதிரா. ஆமாண்டா, உங்க டீச்சர் தான் சொன்ன. ரொம்ப இடைஞ்சல் பண்ண. அப்புறம் அவரு கல்லை தூக்கி தலையில போட்டார். உங்க டீச்சரை நான் அனுபவிக்கிறதுக்கு முன்னாடியே அவன் சத்துட்டா. ஆனா அவ்வளவு சீக்கிரம் அவன் சாவக்கூடாதுன்னு நான் ரொம்ப வருத்தப்பட்டேன்டா. ஏன் தெரியுமா? உங்க டீச்சர் அவ்வளவு அழகுடா. അടങ്ങിയ നേരം പോരാളികൾ പോരിനിറങ്ങി. നീ പോരിന് വാടാക്കാളെ വാളും പക പൊരുതാനായി നിൻചൂര കുടിക്കാനായി അംഗം തുടങ്ങ. നീ പോരിന് വാടാക്കാളെ പാറും പക പൊരുതാനായി നിൻചൂര കുടിക്കാനായി അംഗം തുടങ്ങ.
ആരാണ്ട് തീർത്താണ് സാറേ. ചത്തിട്ടില്ല സാറേ. ഇവനങ്ങ് തീർത്തേക്കട്ടെ. തീർക്ക് സാറേ. ആടോ